ഈ താരാട്ട് പാട്ടുകളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഏത് ഭാഷയിലുള്ള താരാട്ട് പാട്ട് നമ്മൾ ഒരു കുഞ്ഞിന് പാടിക്കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് ഭാഷയൊന്നുമില്ലല്ലോ, ജനിച്ച് വീഴുമ്പോൾ അവർക്ക് ഒരു ഭാഷ അറിയില്ല. അപ്പം നമ്മൾ മലയാളികൾ മലയാളത്തിൽ പാടിക്കൊടുക്കുമ്പോഴും ആ കുഞ്ഞത് എന്താക്കാണ്, ഉറങ്ങാണ്. കാര്യം അതാണ് മ്യൂസിക്കിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ആകുമ്പോഴത്തേക്കും അതിനെപ്പറ്റി എന്താണ് ഒരു മ്യൂസിക്കിൻ്റെ പവർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡിട്ടാണെങ്കിലും ഇപ്പോൾ മ്യൂസിക് ഹീൽസ് ഭയങ്കരമായിട്ട് റിലീഫ് ഉണ്ടാക്കുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ. അതെ അതെ, ഡോക്ടറുടെ ഒരു ടാലൻ്റ് ഉണ്ട്. ഈ മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഒരുപാട് പേര് പാടുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ പലരിലൊരു ഭാഗ്യം ചെയ്ത ആൾക്കാരായതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറിൻ്റെ ഈ ഒരു കഴിവും ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ ആവുമ്പം ഇത് രണ്ടിനെയും കൂടെ മെർജ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ യൂസ് ചെയ്യണ്ട. ഒരു തവണ ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നു കാഷ്വാലിറ്റിയിൽ. ആ കുട്ടി ഒരു ലാസ്റ്ററായിട്ട് വൂണ്ടായിട്ടാണ് വന്നത്. അതിനെ സ്റ്റിച്ച് ഇടണമായിരുന്നു. അപ്പോൾ എല്ലാവരും നോർമലി ഈ സൂചി നീഡിലൊക്കെ കാണുമ്പോൾ അപ്പോൾ തന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അന്നേരം നമ്മൾ ആദ്യം കിടത്തി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മൂളിപ്പാട്ട് പാടി. അപ്പോൾ ആ കൊച്ച് കരച്ചിലങ്ങ് നിർത്തി. അത് ശരിക്കും ഉണ്ടായൊരു കഥ തന്നെയാണ്. അപ്പോൾ തന്നെ എനിക്ക് തന്നെ അത്ഭുതം ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ കരുതിയാലേ കുട്ടികൾക്ക് പോലും ആ ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് അതിനകത്ത് ഉണ്ടാക്കുന്നത്. അന്ന് ഏത് പാട്ടാ പാടിക്കൊടുത്തേ? ഞാൻ വാവോ വാവേ. ഓ, ഇപ്പം ഈ ഒരു പാട്ട് അല്ലേ അന്ന് ആ കുട്ടിക്ക് പാടിക്കൊടുത്തത്? അല്ല, ഞാൻ ആക്ച്വലി എവിടെയോ ഈ ഇടയ്ക്ക് വായിച്ചതാണ്. നമ്മുടെ ആലിയ ഭട്ടിൻ്റെ, രൺബീർ കപൂറിൻ്റെ ഒക്കെ കുഞ്ഞിന് പാടിക്കൊടുക്കുന്നത് ഉണ്ണി വാവോ എന്നുള്ള പാട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഷ ഒരു കുഞ്ഞിന് ആവശ്യമില്ല. ആ ഒരു പാട്ടിൻ്റെ ആ കുഞ്ഞ് എത്രത്തോളം ആ പാട്ടിനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ കുഞ്ഞുങ്ങളും. തെറാപ്പി എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ ICUയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഇങ്ങനെ പെൺമക്കളൊന്നും ഇല്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അതേക്കടെ ഞാൻ ചുമ്മാ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിലും ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ചുമ്മാ ഒന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത്. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, മോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ടൊന്ന് പാടിത്തരുമോ? ഞാൻ നാളെ ഡിസ്ചാർജ് ആവുക, അപ്പം ഇനി മോള് നാളെ ഈ ഷിഫ്റ്റിൽ കാണില്ലല്ലോ, മോളൊന്ന് പാടിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മച്ചിക്ക് പാടിക്കൊടുത്തു. അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എൻ്റെ പേരൊക്കെ ചോദിച്ച് അമ്മച്ചി പറഞ്ഞു, ഇനി ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇടയ്ക്ക് വരാട്ടോ മോളെ കാണാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി വീട്ടിൽ പോയിന്ന് ഞാൻ ഓർത്തു. പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം മറ്റേ അമ്മച്ചി ഡിസ്ചാർജ് ആയല്ലേ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഇല്ല അമ്മച്ചി പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വന്ന് അമ്മച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം അമ്മച്ചി എന്നോട്, മോളെ ഞാൻ നാളെ ഡിസ്ചാർജ് ആവുക, ഞാൻ ഇനി ഇടയ്ക്ക് മോളെ കാണാനൊക്കെ വരാമെന്ന് പറഞ്ഞു പോയ അമ്മച്ചി. എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് അന്നത്തെ ദിവസം ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും അത് ഓർക്കും വിഷമമാണ്. പിന്നെ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു. അല്ല, ശരിക്കും ഈ ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വശമുണ്ട് ഇതിനകത്ത്. നമ്മുടെ കയ്യിൽ തന്നെ ഒരു തെറാപ്പി ഉണ്ട് മ്യൂസിക്. അല്ല, അതിൻ്റെ അല്ല, കാരണം എത്രയോ എമർജൻസി പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. നമ്മൾ പലപ്പോഴും ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു എമർജൻസി വാർഡിൽ കയറാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ചിലപ്പം വരുന്നു, ആ നിമിഷം നമ്മളെ വിട്ടു പോകുന്നു. ചിലത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമുക്ക് ഒരിക്കലും ഒരാളടുത്തും ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ പറ്റാത്ത നമ്മളെ തന്നെ തകർത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മ്യൂസിക്കിനെ എല്ലാ രീതിയിലും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ്.